എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പൊളിറ്റിക്സ് എന്ന ബുക്കിലെ ഫസ്റ്റ് മൊഡ്യൂളായ ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റം. 18ഉം 19ഉം നൂറ്റാണ്ടുകളിലുണ്ടായ ജനാധിപത്യ വിപ്ലവങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ രൂപീകരണത്തിന് കാരണമായി. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ജനാധിപത്യ ഭരണ സംവിധാനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയും ഈ മാറ്റങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ വളർച്ചയ്ക്കും വ്യാപനത്തിനും കാരണമാവുകയും ചെയ്തു. ഇനി എന്താണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കോർഡിംഗ് ടു ഗിൽക്രിസ്റ്റ് അഭിപ്രായപ്പെടുന്നത് ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ കൂട്ടമായി പ്രവർത്തിക്കുകയും ഒരേ രാഷ്ട്രീയം വെച്ച് പുലർത്തുകയും ചെയ്യുന്ന പൗരന്മാരുടെ കൂട്ടത്തിനെയാണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ പാർട്ടി സംവിധാനമുണ്ട്. നമ്മളെ രാഷ്ട്രീയ പാർട്ടി സംവിധാനത്തിനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. കൈൻഡ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റം. ഒന്ന്, വൺ പാർട്ടി സിസ്റ്റം. എന്താണ് വൺ പാർട്ടി സിസ്റ്റം? വൺ പാർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു പാർട്ടി തന്നെ അധികാരത്തിലേറുന്ന സമ്പ്രദായത്തിനെയാണ് വൺ പാർട്ടി സിസ്റ്റം എന്ന് പറയുക. വൺ പാർട്ടി സിസ്റ്റത്തിന് ഉദാഹരണമാണ്, വൺ പാർട്ടി സിസ്റ്റത്തിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ക്യൂബ, ചൈന, ഇറ്റലിയിലെ ഫാസിസ്റ്റ് പാർട്ടിയാണ് അതിന് ഉദാഹരണം. സെക്കൻഡ് വൺ ബൈ പാർട്ടി സിസ്റ്റം. ബൈ പാർട്ടി സിസ്റ്റത്തിന് ഉദാഹരണം എന്താണ്? ബൈ പാർട്ടി സിസ്റ്റം 2 പാർട്ടികൾ മാറി മാറി അധികാരത്തിൽ വരുന്ന സമ്പ്രദായത്തിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബൈ പാർട്ടി സിസ്റ്റം എന്ന് പറയാൻ പറ്റും. ഉദാഹരണങ്ങളാണ് അമേരിക്ക, കാനഡ, ന്യൂസിലാൻഡ്, ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ളവ ബൈ പാർട്ടി സിസ്റ്റത്തിന് ഉദാഹരണമാണ്. തേർഡ് വൺ, മൾട്ടി പാർട്ടി സിസ്റ്റം. ഗണ്യമായ വോട്ടുകൾ നേടാൻ പരസ്പരം മത്സരിക്കുന്ന അല്ലെങ്കിൽ ഗണ്യമായ വോട്ടുകൾ നേടാൻ 3 അതിലധികമോ പാർട്ടികൾ രൂപീകരിക്കപ്പെടുന്ന സമ്പ്രദായത്തിനെയാണ് നമുക്ക് മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറയാൻ സാധിക്കുക. യൂറോപ്യൻ രാജ്യങ്ങളിലെ പാർട്ടികൾ, നമ്മളെ ഇന്ത്യ ഒരു ഉദാഹരണമാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റുന്ന ഉദാഹരണമാണ് ഇന്ത്യ. 8 നാഷണൽ പാർട്ടികളുണ്ട് നമ്മളെ ഇന്ത്യയിൽ. ശരിക്കും 2000 സംതിങ്ങോളം നമുക്ക് അൺഓർഗനൈസ്ഡ് പാർട്ടീസ് ഉണ്ട്, പ്രാദേശിക പാർട്ടികളുണ്ട് വേറെ. അപ്പോൾ ഒരു മൾട്ടി പാർട്ടി സമുദായത്തിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് എന്തിനെ പറയാൻ സാധിക്കും? നമ്മുടെ ഇന്ത്യയെ പറയാൻ സാധിക്കും. ചിലപ്പോൾ ഒരു പാർട്ടിക്ക് മാത്രം ഭരിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ടായിരിക്കാം. അത് കൂട്ടുകക്ഷി ഭരണത്തിലൂടെ നമ്മളുടെ ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് പല സന്ദർഭങ്ങളിലും ചെയ്യാറുണ്ട്. അടുത്ത ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. നമ്മളെ രാഷ്ട്രീയ പാർട്ടിയിലെ ചുമതലകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ഇലക്ഷൻ ക്യാമ്പയിൻ, ഇലക്ഷൻ പ്രചരണം നടത്തുക. തേർഡ് പോയിന്റ് കണ്ടസ്റ്റ് ഇലക്ഷൻ നടത്തുക എന്നുള്ളത് തേർഡ് പോയിന്റ്. അടുത്ത പോയിന്റാണ് ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. നയങ്ങളും പദ്ധതികളൊക്കെ രൂപീകരിക്കപ്പെടുന്നത്. ദ റോൾ ഓഫ് ഒപ്പോസിഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ് ദ റോൾ ഓഫ് ഒപ്പോസിഷൻ. പ്രതിപക്ഷത്തിന് നല്ലൊരു റോൾ ഇതിനുണ്ട്. പ്രതിപക്ഷമായിരിക്കുകയും ഭരണപക്ഷത്തിനെ വേണ്ടത്ര രീതി നിശീതമായി വിമർശിച്ചുകൊണ്ട് നല്ലൊരു ഭരണകൂടത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. നെക്സ്റ്റ് പോയിന്റ് പാർട്ടി നമ്മളെ ലിങ്ക് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് പീപ്പിൾ. ഭരണകൂടവും ജനങ്ങളും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാക്കുന്നതും പൊളിറ്റിക്കൽ പാർട്ടീസാണ്. നെക്സ്റ്റ് പോയിന്റ് മേക്കിംഗ് ലോസ്. നിയമങ്ങൾ രൂപീകരിക്കുന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ചുമതലയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അപ്പം ഇത്രയും ഫങ്ഷൻസ് ആണ് പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ളത്. ഒന്ന്, ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ, കണ്ടസ്റ്റ് ഇലക്ഷൻ ക്യാമ്പയിൻ എന്തൊക്കെയാണ്, ഫ്രെയിമിംഗ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, പാർട്ടീസ് പ്ലേ ദ റോൾ ഓഫ് ഒപ്പോസിഷൻ, ലിങ്ക് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് പീപ്പിൾ എന്നുള്ളത് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഫങ്ഷൻസ് ആണ്. അടുത്ത ടോപ്പിക്ക് ഇന്ത്യൻ പാർട്ടി സംവിധാനത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ പാർട്ടി സിസ്റ്റം. രാഷ്ട്രത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം പ്രതിഫലിക്കപ്പെടുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. ഒന്നാമത്തെ സവിശേഷതയാണ് മൾട്ടി പാർട്ടി സിസ്റ്റം. ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഒരുപാട് പാർട്ടികൾ നിലനിൽക്കുന്നുണ്ട്.
2014 കണക്ക് പ്രകാരം 3 ദേശീയ പാർട്ടികളും 49 പ്രാദേശിക പാർട്ടികളും 656ഓളം അംഗീകാരമില്ലാത്ത പാർട്ടികളും ഉള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്നത്തെ കണക്കെടുപ്പ് പ്രകാരം അങ്ങനെയല്ല, 8 ദേശീയ പാർട്ടികൾ നമ്മളുടെ ഇന്ത്യയിലുണ്ട്. ഏതൊക്കെയാണ് 8 ദേശീയ പാർട്ടികൾ? INC, BJP, CPI, CPIM, പിന്നെ NPP, AITC എന്നുള്ള പാർട്ടി, NCP എന്നുള്ള പാർട്ടി, 8 പാർട്ടികളോളം നമ്മളെ ഇന്ത്യൻ പാർട്ടി സമുദായത്തിലെ ദേശീയ പാർട്ടികളായിട്ട് നിലകൊള്ളുന്നു. അതുകൂടാതെ 2538ഓളം അൺഓർഗനൈസ്ഡ് പാർട്ടീസ് നിലനിൽക്കുന്നു. 83ഓളം സ്റ്റേറ്റ് പാർട്ടീസുകൾ നിലനിൽക്കുന്നു. അപ്പോൾ ഒരുപാട് പാർട്ടികളുള്ള, പൊളിറ്റിക്കൽ പാർട്ടീസുള്ള ഒരു രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ. അതുകൂടാതെ പ്രാദേശിക പാർട്ടികൾ ഒരുപാട് നമ്മളുടെ ഇന്ത്യയിലുണ്ട്. DMK, അണ്ണാ DMK തുടങ്ങിയിട്ടുള്ള ഒരുപാട് പാർട്ടികൾ നമ്മളെ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ഇനി അപ്പോൾ ഒരു സവിശേഷതയാണ് നമ്മൾ പറഞ്ഞത് ബഹുപാർട്ടി സമ്പ്രദായം അല്ലെങ്കിൽ മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ സവിശേഷതയാണ് വൺ പാർട്ടി ഡോമിനൻസ്, ഏക പാർട്ടി ആധിപത്യം. എന്താണ് ഏക പാർട്ടി ആധിപത്യം? ഇന്ത്യയിലെ ആദ്യകാലങ്ങളിൽ തന്നെ തുടങ്ങിയതാണ്. 1947 മുതൽ 1967 വരെ ഒരു പാർട്ടി തന്നെ ഭരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം നമുക്ക് കാണാം. 3 തെരഞ്ഞെടുപ്പുകളിലും ഒരേ പാർട്ടി തന്നെ വിജയിച്ചുകൊണ്ട് മുന്നേറിയത്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആധിപത്യം. 1947 മുതൽ 1967 വരെ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യകാലങ്ങളിൽ ഒരു ഏക പാർട്ടി ആധിപത്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതിനുശേഷം 1967 ശേഷം കുറച്ച് മാറ്റങ്ങളുണ്ടായി. 1975 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടി നിലവിൽ വന്നതൊക്കെ ഈ ഏക പാർട്ടി ആധിപത്യം ഇല്ലാതാവാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ പാർട്ടി സമുദായത്തിൻ്റെ ഫസ്റ്റ് ഫീച്ചേഴ്സാണ് ഒന്ന് പറഞ്ഞത് മൾട്ടി പാർട്ടി സിസ്റ്റം. സെക്കൻഡ് ഫീച്ചേഴ്സാണ് വൺ പാർട്ടി ഡോമിനൻസ്, ഏക പാർട്ടി ആധിപത്യം. മൂന്നാമത്തേതാണ് ലേക്ക് ഓഫ് ഐഡിയോളജി. എന്താണ് ലേക്ക് ഓഫ് ഐഡിയോളജി? പ്രത്യയശാസ്ത്രത്തിൻ്റെ അപര്യാപ്തത. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ പ്രത്യയശാസ്ത്രമൊക്കെ ഉണ്ട്. പ്രത്യയശാസ്ത്രമൊക്കെ ചില പാർട്ടികൾക്ക്, ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഭരിക്കുന്നുണ്ടാവാം. പക്ഷേ പലരും അങ്ങനെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അതേ രീതിയിൽ രൂപീകരിക്കപ്പെട്ട പാർട്ടികളൊന്നുമല്ല. ജനാധിപത്യം, സോഷ്യലിസം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ പല പാർട്ടികളും ഗാന്ധിസം എന്നുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഭരിക്കുന്നത്. അങ്ങനെയാണ് കൂടുതലായിട്ടും. പരമാവധി എല്ലാവർക്കും അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള മോഹം തന്നെയാണ് എല്ലാവരുടെ കൈകളിലും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എല്ലാ പാർട്ടികൾക്കും പ്രത്യയശാസ്ത്രമുണ്ട്. എല്ലാ പാർട്ടികളും പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് ഭരിക്കപ്പെടുന്നു എന്ന് പറയാൻ സാധിക്കില്ല. അടുത്ത പോയിൻ്റാണ് എമർജൻസ് ഓഫ് റീജിയണൽ പാർട്ടീസ്. എന്താണ് എമർജൻസ് ഓഫ് റീജിയൻ? പ്രാദേശിക പാർട്ടികളുടെ ആവിർഭാവം. ഒരുപാട് പ്രാദേശിക പാർട്ടികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ആ പാർട്ടികൾ തന്നെ നമ്മളുടെ ദേശീയ പാർട്ടികളായിട്ട് മാറിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഒക്കെ അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും. എന്തൊക്കെയാണ്? അണ്ണാ DMK, ജനതാദൾ ഇൻ ബീഹാർ, അതുപോലെ നാഷണൽ കോൺഫറൻസ് ജമ്മു കാശ്മീരിൽ, അതൊക്കെ നമുക്ക് റീജിയണൽ പാർട്ടീസാണ്. അപ്പോൾ റീജിയണൽ പാർട്ടീസ് ഒരുപാടുള്ളത്. പാർട്ടികളുടെ ആവിർഭാവം നമ്മളുടെ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നെക്സ്റ്റ് പോയിൻ്റാണ് ബേസ്ഡ് ഓൺ ട്രഡീഷണൽ ഫാക്ടേഴ്സ്. പരമ്പരാഗത ഘടകങ്ങൾ എന്തൊക്കെയാണ്? സാമൂഹ്യപരമായിട്ടോ സാമ്പത്തികമായിട്ടോ രീതിയിലല്ല പൊളിറ്റിക്കൽ പാർട്ടീസ് രൂപം കൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ പാർട്ടികളൊക്കെ രൂപം കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ പേരിലൊക്കെയാണ്. BJP ഹിന്ദു മത നവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതേപോലെ നമുക്ക് കോൺഗ്രസ് പാർട്ടിയും പറയാം. അവർ ജനാധിപത്യം, സോഷ്യലിസം ഒക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഭരിക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പരമ്പരാഗത ഘടകങ്ങളെ നോക്കുമ്പോൾ എല്ലാവരും സോഷ്യലിസം അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടൊന്നല്ല നമ്മൾ ഇന്ത്യയിൽ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ഫ്രാങ്ഷണലിസം ഇൻ ദ പാർട്ടി. സുദൃഢമായിട്ടുള്ളൊരു പ്രതിപക്ഷത്തിൻ്റെ പോരായ്മ നമുക്കുണ്ട്. നമ്മൾ പറഞ്ഞു നല്ലൊരു പ്രതിപക്ഷം ഉണ്ടെങ്കിലാണ് നല്ലൊരു ഭരണ സമ്പ്രദായം ഉണ്ടാവുള്ളൂ. കാര്യകാരണങ്ങൾ വിമർശിച്ചുകൊണ്ട് നല്ലൊരു ഭരണപക്ഷം ശരിക്കും മുന്നോട്ട് പോകണം. പക്ഷെ നമ്മളെ ഇന്ത്യയിൽ അങ്ങനെയല്ല. നമ്മളെ ഇന്ത്യയിൽ നടപ്പിലാകുന്ന
എന്താ, ഒരു കാരണമില്ലാതെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ കളിയാക്കി അങ്ങോട്ട് ഒരാൾ എന്തെങ്കിലും നടപ്പിലാക്കും, അപ്പോൾ അതിനെതിരെ പറയും. അങ്ങനെ ഒരു കാര്യമില്ലാത്തൊരു പ്രതിപക്ഷമാണ് നമ്മളെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു പ്രതിപക്ഷത്തിൻ്റെ പോരായ്മ നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അടുത്ത ലിമിറ്റഡ് മെമ്പർഷിപ്പ്, ചുരുങ്ങിയ അംഗബലം മാത്രമാണ് നമ്മളുടെ പാർട്ടിയിലുള്ളൂ. എന്ത് ചുരുങ്ങിയ അംഗബലം? നമ്മളെ ഇന്ത്യയിൽ ഒരുപാട് പാർട്ടികളുണ്ടെന്ന് പറഞ്ഞു, ഒരുപാട് പാർട്ടികളാണ്. 8 നാഷണൽ പാർട്ടീസ് പറഞ്ഞു, 83 സ്റ്റേറ്റ് പാർട്ടീസ് പറഞ്ഞു, 2538 നമ്മൾ പറഞ്ഞു അൺഓർഗനൈസ്ഡ് പാർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പാർട്ടികൾ കൂടുമ്പോൾ ഓരോ പാർട്ടിയിലെ എണ്ണങ്ങൾ വളരെയധികം കുറവായി മാറും. അപ്പോൾ ലിമിറ്റഡ് മെമ്പർഷിപ്പ് മറ്റൊരു ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിൻ്റെ മറ്റൊരു പോയിൻ്റായിട്ട് നമുക്ക് കണക്കാക്കാം. നെക്സ്റ്റ് പോയിൻ്റാണ് നമ്മൾ പ്രൊമോഷൻ ഓഫ് പാർട്ടി ഇൻട്രസ്റ്റ്. ഒരു പാർട്ടി സമുദായത്തിൻ്റെ ഇടയിൽ ഒരുപാട് വിഭാഗീയത നമ്മൾ പറഞ്ഞതാണ്. പാർട്ടി സമ്പ്രദായത്തിൽ പറയണത് പരമാവധി അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരു ഒരു ജനാധിപത്യം ഉണ്ടാക്കുക, ഒരു സോഷ്യലിസം നടപ്പിലാക്കുക, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അങ്ങനെ ഇതിനല്ല അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ, പാർട്ടികളുടെ ഇടയിൽ ഒരു വിഭാഗീയത, നേതാക്കന്മാരോട് താല്പര്യത്തിനനുസരിച്ച് കുറേ പേര് പാർട്ടിയിൽ വോട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഒരുപാട് വിഭാഗീയതകൾ നമ്മളെവിടെ നടക്കുന്നുണ്ട്, പാർട്ടിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം പോയിന്റുകളൊക്കെ, ഇതൊക്കെ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ പാർട്ടി സിസ്റ്റമാണ്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിൽ പറയുന്നത്? ഒന്ന്, മൾട്ടി പാർട്ടി സിസ്റ്റം. സെക്കൻഡ്, വൺ പാർട്ടി ഡോമിനൻസ്. തേർഡ്, ലാക്ക് ഓഫ് ഐഡിയോളജി. ഫോർത്ത്, എമർജൻസ് ഓഫ് റീജിയണൽ പാർട്ടീസ്. അടുത്തതാണ് ഒരെണ്ണം ഞാൻ മറന്നുപോയി, ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ്. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ്? ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പാർട്ടിയിൽ വെച്ചെങ്കിൽ ഏറ്റവും കൂടുതൽ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, അവരോടുള്ള താല്പര്യമാണ് ജനങ്ങൾക്ക്, ആ നേതൃത്വത്തിനോടുള്ള താല്പര്യം. അതേപോലെ തന്നെ അണ്ണാ DMKയിൽ രാമചന്ദ്രൻ ഉള്ള ആളോടുള്ള താല്പര്യം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ആ താല്പര്യത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നേതൃത്വത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് പലരും പാർട്ടിയിൽ ആ പാർട്ടിയുടെ പേരോ അല്ലെങ്കിൽ ആ പാർട്ടി എങ്ങനെ നടപ്പിലാക്കുന്നതല്ല, ആ ലീഡർഷിപ്പിനാണ് കൂടുതൽ ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അതും കൂട്ടിയിട്ട് നമുക്ക് എന്ത് പറയാം? ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത്, ബേസ്ഡ് ഓൺ ട്രഡീഷണൽ ഫാക്ടേഴ്സ്, ഫ്രാക്ഷണലിസം ഇൻ ദ പാർട്ടി. വിഭാഗീയത, നമുക്ക് സുദൃഢമായിട്ടൊരു പ്രതിപക്ഷത്തിൻ്റെ പോരായ്മ നമുക്ക് കാണപ്പെടുന്നു. ലിമിറ്റഡ് മെമ്പർഷിപ്പ്, ചുരുങ്ങിയ അംഗബലമാണ്. പ്രൊമോഷൻ ഓഫ് പാർട്ടി ഇൻട്രസ്റ്റ്, ഒരുപാട് വിഭാഗീയതകൾ നമ്മൾ പാർട്ടി സമ്പ്രദായത്തിൽ കാണപ്പെടുന്നു. ഇനി ഒരുപാട് നമ്മളെ ഇന്ത്യയിൽ നാഷണൽ പാർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ പ്രാദേശിക പാർട്ടീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്താണ് നാഷണൽ പാർട്ടീസ്? ദേശീയ പാർട്ടികൾ ഏതൊക്കെയാണ് നമ്മളെ ഇന്ത്യയിൽ? നമ്മുടെ ദേശീയ പാർട്ടികൾ നമ്മളെ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടികളെയാണ് നമുക്ക് എന്ത് പറയാൻ സാധിക്കുക? നാഷണൽ പാർട്ടീസ് എന്ന് പറയാൻ സാധിക്കും. ഏതൊക്കെയാണ് നാഷണൽ പാർട്ടീസ്? ഞാൻ പറഞ്ഞു, ഇന്ന് നാഷണൽ പാർട്ടീസ് ഉള്ളത്, നാഷണൽ പാർട്ടി എന്നുള്ള പദവിയുള്ളത് 8 പാർട്ടികൾക്കാണ്. ഏതൊക്കെയാണ് 8 നാഷണൽ പാർട്ടീസുകൾ? ഞാൻ പറഞ്ഞു, INC, BJP, BSP, CPI, CPIM, NPP, NCP തുടങ്ങിയിട്ടുള്ള പാർട്ടികൾ, AITC, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയിട്ടുള്ള പാർട്ടികളൊക്കെ നാഷണൽ പാർട്ടീസുകളാണ്. ഇനി ആ നാഷണൽ പാർട്ടികളായി മാറാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഒന്നാമത്തെ പറയുന്നത്, നാഷണൽ പാർട്ടി ആവാൻ ആദ്യം വേണ്ടത്, നമ്മളെ കേന്ദ്രത്തിലാണെങ്കിൽ 6% വോട്ട് 4 സംസ്ഥാനങ്ങളിൽ നേടിയിരിക്കണം. എത്ര ശതമാനം? 6% വോട്ട് 4 സംസ്ഥാനങ്ങളിൽ നേടിയിരിക്കണം. ലോകസഭയിൽ 4 സീറ്റുകളെങ്കിലും ഉറപ്പിക്കണം. അപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരു നാഷണൽ പാർട്ടിയായി മാറുന്നത്? ഇനി എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് പാർട്ടിയായിട്ട് മാറുക? അതന്നെ 6% എവിടെ വേണം? 6% നമുക്ക് 4 സംസ്ഥാനങ്ങളിലും സീറ്റ് വേണം. വെറും 3% നിയമസഭയിലും സീറ്റുണ്ടെങ്കിൽ മാത്രമാണ് എന്തായി മാറുകയുള്ളൂ? നമ്മൾക്ക് എന്തായി മാറാൻ സാധിക്കുകയുള്ളൂ? ഒരു പ്രാദേശിക പാർട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് പാർട്ടി ആവാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇനി അടുത്ത പോയിന്റ്, നാഷണൽ പാർട്ടീസ് ഏതൊക്കെയാണ്? ആ നാഷണൽ പാർട്ടീസ്, പ്രധാനപ്പെട്ട നാഷണൽ പാർട്ടീസിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്.